അടിപൊളി അല്ലേ? അടിപൊളി ടേസ്റ്റാണ്. ചെറിയ തോതിലുള്ള കാന്താരിയുടെയും കുരുമുളകിൻ്റെയും പച്ചക്കുരുമുളകും കാന്താരിയും കൂടാണ്. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ വയനാട്ടിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വയനാട്ടിൽ ആഫ്റ്റർ ദ റെയിൻസ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ കുറേ പ്ലാന്റേഷൻസിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചു. പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഡാറ്റ മട്ടൻ കൊണ്ടുണ്ടാക്കിയ പഴങ്കഞ്ഞി, നല്ല അടിപൊളിയായിരുന്നു. ഇനിയിപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കുക്കിംഗ് ആണ്. കുറേ അടിപൊളി വിഭവങ്ങൾ, വയനാട് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കണ്ടു നോക്കാം. ബാ, നമ്മുടെ കൂടെ കുക്ക് ചെയ്യാനായിട്ട് അജിത്ത്, ആഫ്റ്റർ ദ റെയിൻസിലെ ഷെഫാണ്. അജിത്ത് എന്ന് ഞാൻ വിളിക്കത്തുള്ളൂ, ഷെഫ് എന്നൊന്നും പറയുന്നില്ല. അജിത്ത് നമ്മുടെ കൂട്ടുകാരൻ. അതെ. അപ്പോൾ അജിത്ത് പറ, എന്താണ് നമ്മൾ വയനാട്ടിലെ സ്പെഷ്യാലിറ്റി ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യുന്നത് കാന്താരി ചിക്കനാണ്. കാന്താരി നമ്മുടെ ഗ്രീൻ പെപ്പറും നമ്മുടെ കാന്താരി അതുകൂടി ചതച്ചിട്ട് നേരെ തവയിൽ വെച്ച് ജസ്റ്റ് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതെ ഫ്രൈ ചെയ്തൊരു സംഭവം. മറ്റൊന്ന് കപ്പയും ഫിഷും കൂടെ മിക്സ് ചെയ്തിട്ട്, കപ്പയും ഫിഷൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നൊരു വേറെ. ഇത് ചിക്കൻ ആണല്ലേ? ഒരു മീഡിയത്തിൽ ഇച്ചിരി വലുപ്പമുള്ള ക്യൂബ്സ്. അതിനകത്ത് മസാലകളൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണല്ലേ? എന്ത് മസാലകളാണ് ഇതിന്? നോർമലി നമ്മുടെ ഗ്രീൻ പെപ്പർ ഉണ്ട്, കാന്താരി ഉണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചതച്ചിട്ട് നമ്മളിത് ചതച്ചിട്ട് വെക്കുന്നതാണ്. ഓക്കെ, അതാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഹണിയാണ്. ഇത് ലാസ്റ്റ് നമ്മൾ അതിന്റെ മുകളിൽ എല്ലാം റെഡിയായി കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഹണി ഇട്ട് കൊടുക്കുക. സ്പൈസിയും സ്വീറ്റും കൂടെ വരുന്നൊരു വ്യത്യാസം. വെളിച്ചെണ്ണയാണ് ആട്ടി അന്നേരം തന്നെ എടുക്കുന്ന. ഇവിടെ തണുപ്പൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കുറുകിയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കറിവേപ്പില ഒരു ബെഡ് പോലെ അതിൻ്റെ മേളിൽ തന്നെ ഒന്ന് പൊള്ളിച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ചിക്കൻ വെച്ചിരിക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ആ ചിക്കൻ അതിൻ്റെ മേളിലോട്ട് വെച്ചിരിക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും കൂടെ ആ പൊള്ളുന്ന ആ സ്മെല്ലും ചിക്കൻ്റെ ആ മസാലയുടെ എല്ലാം കൂടെ സ്മെല്ലും കൂടെ ഇവിടെ നിന്നിട്ട് എനിക്ക് നിൽക്കാൻ വരാം. അത്രയ്ക്ക് വായിൽ വെള്ളം വന്നു. ഒരു സൈഡൊന്ന് പൊള്ളിക്കഴിഞ്ഞ് നമ്മൾ മറിക്കുകയാണ് അല്ലേ? ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു വിഭവമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വയനാട്ടിലെ നല്ലൊരു കാലാവസ്ഥയിൽ നല്ല കാന്താരിയൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ പ്രിപ്പയർ ചെയ്ത് വരുന്നു. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വയനാട് മലനിരകളുടെ ബ്യൂട്ടിയൊക്കെ കണ്ട് നമുക്ക് സന്തോഷമായിട്ട് നിന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, വേറൊരു ഐറ്റം കൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതും സൈഡിലിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞോട്ട്. ഇത് ഏകദേശം റെഡിയായി അല്ലേ? ഏകദേശം റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിഷിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫൈനൽ ടച്ച് ഷെഫ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അന്നേരം നമ്മൾ അടുത്ത ഡിഷിലേക്ക് മാറും. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡിഷാണ്. അടുത്ത ഡിഷ് എന്ന് പറയുന്നത് കപ്പയും മീനും കൂടെ ഒരുമിച്ച്. കപ്പയും മീനും കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. കപ്പ നന്നായിട്ട് ഉടച്ച് നല്ല കുറുക്ക് പോലെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ മീനും, അതായത് അയലയാണ് അല്ലേ? മുള്ളു കളഞ്ഞത്, അയലയുടെ മുള്ളു കളഞ്ഞത്, പിന്നെ താളിച്ചിട്ടുണ്ട്. അത്രയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്താൽ മതി അല്ലേ? ചൂടാക്കി മിക്സ് ചെയ്യാം. കപ്പയും അയലയും എല്ലാം കൂടെ ചൂടാകുമ്പോൾ തന്നെ അതിനകത്തും ആ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് താളിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ സ്മെല്ലും
ആ കപ്പയും വെളിച്ചെണ്ണയും അതിൻ്റെ കടുക് പൊട്ടിച്ചതിൻ്റെയൊക്കെ സ്മെല്ലെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേന് നല്ലൊരു ഫീല്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് രണ്ടും കഴിഞ്ഞു. ഇനി അതൊന്ന് രുചിച്ച് നോക്കണം. അത് കഴിഞ്ഞ് വയനാടിൻ്റെ നല്ല സൗന്ദര്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം. ഇപ്രാവശ്യം നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇപ്രാവശ്യം കാണുക. വീണ്ടും വയനാട് വരേണ്ടതാണ്, പക്ഷെ ഇപ്പം രുചി നോക്കാം. നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കപ്പ മീനുമായിട്ട് കൂട്ടി കുഴച്ചത്, അതുപോലെ തന്നെ ഇത് കാന്താരി ചിക്കൻ. നമുക്ക് കേരയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞു, കാരണം കാന്താരി കണ്ടപ്പോൾ തന്നെ അവർക്ക് എരിവാണെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. നമുക്ക് കേക്ക് കുറച്ച് കൊടുത്തു നോക്കാം. സ്വല്പം മീന്, അയലയുടെ കഷ്ണങ്ങൾ ഇതിനകത്തുണ്ട്, അതും കപ്പയും കൂടെ. എങ്ങനെയുണ്ട് കേ? നല്ല രുചിയാണോ? മീനിൻ്റെ രുചി വരുന്നുണ്ടോ? അതായത് കപ്പയും മീനും അവൾക്ക് കിട്ടിയ ആ രുചി ഉണ്ടെന്നാണ് അവൾ പറയാൻ ശ്രമിക്കുന്നത്. കേക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞ് നമുക്കൊരു ചെറിയ ചിക്കൻ പീസ് എടുത്ത് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കൊടുത്തു നോക്കാം. ചെറിയ എരിവ് കാണാം. ഇല്ല, അത് എരിവ് ഇല്ലെന്നാണ് പറഞ്ഞേ. കേര കഴിക്കണോ? ഓക്കെ, കേരയ്ക്ക് ഉറക്കം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു പിണക്കമൊക്കെ ഉണ്ട്. എന്നാൽ കേരയ്ക്ക് കൊടുക്കും. നമുക്ക് വേറെ കഷ്ടം. അടിപൊളി അല്ലേ? അടിപൊളി ടേസ്റ്റാണ്. ചെറിയ തോതിലുള്ള കാന്താരിയുടെയും കുരുമുളകിൻ്റെയും, പച്ചക്കുരുമുളകും കാന്താരിയും കൂടാണ്. ആ ടേസ്റ്റും ആവശ്യത്തിന് മാത്രം ഉപ്പും കറിവേപ്പില, ആ നമ്മുടെ വെളിച്ചെണ്ണയുടെ രുചിയും, ഓ ഒന്നും പറയാനില്ല മോനെ, അടിപൊളി. അപ്പോൾ കൂടെ നമുക്ക് കുറച്ച് കപ്പയും മീനും, കപ്പയും അയലയും കൂടെ മിക്സ് ചെയ്താണ്. നല്ല തനി മലയാളത്തിൽ പറഞ്ഞാൽ കപ്പയും മീനും കുഴച്ചത്. കപ്പയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണ്. അതിൻ്റെ ആ സന്തോഷം കഴിച്ചാൽ തീരില്ല, കാരണം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കനും കപ്പയും എല്ലാം കൂടെ കഴിച്ചിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോവാണ്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അഭിപ്രായം എന്തേലും ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളിതൊന്ന് കഴിച്ചു തീർക്കട്ടെ, അന്നേരം നമ്മൾ പോവാണ്. അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പോകാം. അങ്ങനെ കപ്പയും ചിക്കനും അതേപോലെ തന്നെ മീനും ഒക്കെ കൂട്ടി നല്ല ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. നമുക്കിനി കാന്തൻപാറ കാണാൻ പോകണം. ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിലും കാന്തൻപാറ കാണാൻ പോവുക എന്നുള്ളത് അടുത്ത പ്രോഗ്രാമാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് റെഡിയാ? കാന്തൻപാറ എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു, ഇവിടെ അടുത്ത് തന്നെയാണ്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ, നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്ന് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 മണിക്ക് മുമ്പ് അവിടെ ചെന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പതുക്കെ അങ്ങോട്ടങ്ങ് പോവാം. അങ്ങനെ നമ്മൾ കാന്തൻപാറയിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട. അഡൽസിന് 40 രൂപ, പിള്ളേർക്ക് 20 രൂപ. ക്യാമറ, സ്റ്റിൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 100 രൂപ, വീഡിയോ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 250 രൂപ. അതാണ് ഇവിടുത്തെ റേറ്റ്സ്. കാന്തൻപാറയ്ക്ക് തോട്ട് കയറാം. ഇതിൻ്റെ പുറയിലൊക്കെ നല്ല ബാംബു ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തണലത്ത് നമുക്ക് വേണമെങ്കിൽ വന്നിരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാം. പുഴയാണ് അപ്പുറത്ത്. ഇവിടെ ബാംബു ഗാർഡന് ചുറ്റും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ ഒരു ചെറിയ പൂള് പോലൊക്കെ ഉണ്ട്, ചെറിയൊരു റിപ്പിളുണ്ട് ഇവിടെ. വാട്ടർഫോൾസ് ഇച്ചിലൂടെ നമുക്ക് നടക്കണം. ഇവിടെ വന്ന് നമുക്ക് വേണേൽ കുളിക്കുകയൊക്കെ ചെയ്യാം. ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഫോർ യുവർ സേഫ്റ്റി ടു നോട്ട് എൻ്റർ ദ ഡീപ്പ് ഏരിയാസ് ഇൻ ദ റിവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആഴമുള്ളിടത്ത് പോകാതിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പക്ഷേ പറഞ്ഞു കാണണം 17 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കാണണം. അത് ശരിക്കും 17 കിലോമീറ്റർ ഇല്ല. അത് ഞാൻ ഗൂഗിൾ നോക്കിൽ പറഞ്ഞതാണ്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 കിലോമീറ്റർ റിസോർട്ടിൽ നിന്നുണ്ടാവും, അതിൽ കൂടുതലില്ല. അതേപോലെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേനെ
ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ഈ മുളം കാടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല തണലൊക്കെയാണ്. തണലത്തോടെ ഇങ്ങനെ എല്ലാം നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലുതെന്നല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല തണലല്ലേ, രസമാണ്. അതേപോലെ ഈ അരുവി ഒഴുകുന്നതിൻ്റെ സൗണ്ടും അടിപൊളിയാണ്. നമ്മൾ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ട് നടന്നു പോകാം. പക്ഷേ ഇവിടെ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാം, കാലൊക്കെ നനച്ച് വേണമെന്നുണ്ട് പോകാം. ഞാൻ ഷൂസൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കാല് നനയ്ക്കുന്നില്ല. പിള്ളേരൊക്കെ കാല് നനയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഏതായാലും നമുക്കും ഈ തണുത്ത വെള്ളമായിരിക്കുമല്ലോ ഈ ഉറവയൊക്കെ. അപ്പോൾ അതിനകത്ത് മുഖം കഴുകാൻ പറ്റുമെങ്കിൽ മുഖമൊക്കെ കഴുകുക. ഞാൻ പറഞ്ഞില്ലേ, നല്ല തണുപ്പ്, ഒരു സുഖമാണ്. അതുപോലെ നല്ല നദിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നല്ല ചെറിയ അരുവിയിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് ഫ്ലാഷ് ചെയ്യാന്ന് പറയും. നമുക്ക് താഴോട്ട് നടന്നു പോകാം. താഴെ ഒരു ചെറിയ പൂള് പോലെയൊക്കെ ഉണ്ട്. അവിടെ പോയി വെള്ളത്തിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാമെന്നാണ് പറയുന്നത്. നമ്മളേതായാലും ഇറങ്ങുന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് മാക്സിമം എവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അവിടം വരെ പോവാം. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ എന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു 22 കിലോമീറ്റർ തന്നെ ആവും. ഏതായാലും ആഫ്റ്റർ ദ റെയിൻസ് റിസോർട്ടിൽ നിന്ന് 6 അല്ലെങ്കിൽ മാക്സിമം 6.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഏകദേശം ഒരു 100 മീറ്റർ നമുക്ക് നടക്കാനുണ്ടാവും. നടന്നു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പുഴയുടെ അരികിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ആ പുഴയുടെ ആ കളകള സൗണ്ടും, ഞാൻ പറഞ്ഞല്ലോ ഇല്ലിമുളം കാടുകളാണ്. അപ്പോൾ മുളങ്കാടിൻ്റെ ആ തണലും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അതുപോലെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വലിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ യാതിരപ്പള്ളി വാഴച്ചാല് പോലെ നമ്മൾ വിചാരിക്കേണ്ട, പക്ഷേ എന്നാലും നല്ലൊരു വെള്ളച്ചാട്ടം. അതിൻ്റെ താഴെ പോയി വെള്ളത്തിലൊക്കെ ഇരിക്കാനായിട്ട് സൗകര്യമുണ്ട്. സൂക്ഷിച്ച് പിള്ളേരെയൊക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ വളരെ സൂക്ഷിച്ച് പോകും. നമ്മളങ്ങനെ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് കാണാം. താഴോട്ട് പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവരുണ്ട്. വേണമെങ്കിൽ പോയി ഇറങ്ങുകയൊക്കെ ചെയ്യാം. അതിന് പോകാനുള്ള ഒരു ചെറിയ ഗേറ്റ് പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ താഴോട്ട് പോകുന്നില്ല. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് താഴോട്ട് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളും പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതെ നമ്മൾ കണ്ട് ആസ്വദിച്ച് പോവുക. അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കനും കാന്തൻ പാറയും എന്നുള്ള വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനിയും വീഡിയോകൾ വരുന്നുണ്ട്, നല്ല നല്ല വീഡിയോകൾ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അഭിപ്രായം ഏതായാലും പറയാൻ മറക്കണ്ട. പുതിയ പുതിയ വീഡിയോകൾ, നല്ല നീളമുള്ള വീഡിയോകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. കാണുക, എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകുക. തൽക്കാലത്തേക്കിന് ബൈ.